നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിട്ടി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ 7 മുതൽ 11 വരെ കൊളക്കാട് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂളിൽ 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പലചരക്ക് കടയിൽ മോഷണ ശ്രമം. പേരാവൂർ തെരുവത്തെ കൊമ്പൻ ഭാസ്കറിന്റെ ഉടമസ്ഥയിലുള്ള ശ്രീനഥ സ്റ്റോറിലാണ് മോഷണ ശ്രമം നടന്നത്. പേരാവൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NRET വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും. വിശദമായ വാർത്തകളിലേക്ക്. ഇരിട്ടി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു. കൊളക്കാട് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കൊളക്കാട് സാന്തോം പള്ളി ഓഡിറ്റോറിയത്തിൽ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 201 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ഇരിട്ടി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് ഒക്ടോബർ 7 കൊളക്കാട് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിയും. ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. കൊളക്കാട് സാന്തോം പള്ളി പാരിഷ് ഹാളിൽ നടത്തിയ സംഘാടക സമിതി രൂപീകരണ യോഗം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരന്റെ അധ്യക്ഷതയിൽ നടത്തിയ സംഘാടക സമിതി രൂപീകരണ യോഗവും ലോഗോ പ്രകാശനവും MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. സാമ്പത്തിക സമാഹരണം തന്നെയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം. അതുപോലെ തന്നെ ഇതിന് മുൻപുള്ള മോഡലുകൾ ഈ പ്രദേശത്ത് തന്നെ ഞാനിവിടെ ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും ജനജീവിതത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലവും എല്ലാം ഏതാണെന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്കിവിടെ ഒന്നെനിക്കാദ്യം തോന്നിയത് വീട്ടിലോടുണ്ടെങ്കിലും വിദ്യയോടും അർമ്മമാരൊക്കെ പറഞ്ഞതാണ് വീട്ടിലോടുണ്ടെങ്കിലും വിദ്യയോടും ഈ പ്രദേശത്തിന്റെ നല്ല സഹകരണം ഉണ്ടാകും. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ വല അല്പം മാറ്റി ഇവിടെ കൂടി വീശേണ്ടതായിട്ട് അല്പം ദൂരത്ത് കൂടി ഈ വല വീശേണ്ടതായിട്ട് ഇതിന്റെ പ്രവർത്തനം ആകുകയും സമീപ പഞ്ചായത്തുകളിലും ടൗൺഷിപ്പുള്ള പ്രദേശങ്ങളിലും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള ആളുകളെ കണ്ടും കൂടി പണം സ്വരൂപിക്കാനുള്ള ഒരു ടാർഗറ്റ് അതിനൊരു വളരെ കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ് വേണ്ടി വരും. എല്ലാ കമ്മിറ്റികൾക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ടീച്ചറോടെ പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞപ്പോഴും എല്ലാം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടിന്റെ കാര്യമാണ്. ഏതായാലും നമ്മുടെ നെടുമ്പോയിൽ റോഡിൽ ഈ പറയുന്ന രൂപത്തിൽ പൂർണ്ണ ഗതാഗത സൗകര്യം അതുവഴി ഈ ഒക്ടോബറിലേക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ഉണ്ടായാൽ പോലും നമുക്ക് കുറെ ബസ്സുകൾ ഇതിനെ വിടാൻ വേണ്ടി ആലോചിക്കാം. ചടങ്ങിൽ സംഘാടക സമിതി പാനൽ അവതരണം ഫാദർ ജോണി സെബാസ്റ്റ്യനും ആമുഖ ഭാഷണം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സാജൻ വട്ടമറ്റത്തിലും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആന്റണി സെബാസ്റ്റ്യൻ, CT അനീഷ്, സ്കൂൾ മാനേജർ ഫാദർ തോമസ് പട്ടാകുളം, ഇരിട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. വിജയൻ, മാത്യു ജോസഫ്, PTA പ്രസിഡന്റ് ജോഷി സിനോ, മദർ PTA പ്രസിഡന്റ് ഷിജി ബിന്ദു, ഇടവക കോർഡിനേറ്റർ ബേബി പരിക്കനാനിക്കൽ, ജാൻസി തോമസ്, സോളി തോമസ്, NV മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇരിട്ടി ഉപജില്ലയിലെ 108 സ്കൂളുകളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഒക്ടോബർ 7 മുതൽ 11 വരെ നടക്കുന്ന ഇരിട്ടി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക. 201 അംഗ സംഘാടക സമിതിയിൽ K. സുധാകരൻ MP, ഡോക്ടർ V. ശിവദാസൻ MP, തലശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ ജോസഫ് പാമ്പ്ളാനി എന്നിവർ മുഖ്യ രക്ഷാധികാരികളും MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, മട്ടന്നൂർ നിയോജക മണ്ഡലം MLA KK ശൈലജ ടീച്ചർ, ഇരിക്കൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ CB പാലാക്കുഴി, കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താംപടവിൽ, കൊളക്കാട് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ തോമസ് പട്ടാകുളം എന്നിവർ രക്ഷാധികാരികളും. ഇരിട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ശ്രീലത, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ബിന്ദു, ആർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാക്കോ പൈമ്പള്ളിക്കുന്നേൽ, പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രജനി, ജില്ലാ പഞ്ചായത്ത് അംഗം V. ഗീത, ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ എന്നിവർ സഹരക്ഷാധികാരികളുമാകും.
ഹൈവിഷൻ ന്യൂസ് കേളകം. പലചരക്ക് കടയിൽ മോഷണ ശ്രമം. പേരാവൂർ തിരുവത്തെ കൊമ്പൻ ഭാസ്കറിന്റെ ഉടമസ്ഥയിലുള്ള ശ്രീനത സ്റ്റോറിലാണ് മോഷണം നടന്നത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. പേരാവൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വ്യാഴാഴ്ച രാത്രി 11:30യോടെയായിരുന്നു പേരാവൂർ വെള്ളർവള്ളി റോഡിൽ തെരുവത്തെ കൊമ്പൻ ഭാസ്കറിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീനത സ്റ്റോറിൽ മോഷണ ശ്രമം നടന്നത്. കടയുടെ ഒരു ഷട്ടറിന്റെ പൂട്ട് തുറന്ന് ഷട്ടർ ഉയർത്തി അകത്ത് കടന്ന മോഷ്ടാവ് വെളിച്ചെണ്ണ, വിനാഗിരി, പാം ഓയിൽ, നല്ലെണ്ണ, വിളക്കെണ്ണ, മിക്സ്ചർ, കൂന്തി, ബിസ്ക്കറ്റ് തുടങ്ങിയവ കാവിമുണ്ടിൽ പൊതിഞ്ഞ് കടയുടെ വരാന്തയിൽ വെച്ചു. കടയുടെ പിന്നിലെ വീട്ടിൽ താമസിക്കുന്ന ഭാസ്കരനും ഭാര്യയും കടയുടെ ഷട്ടർ ഉയർത്തുന്ന ശബ്ദം കേട്ടപ്പോൾ ടോർച്ചുമായി കടയിലേക്കെത്തി. ടോർച്ചിന്റെ വെളിച്ചം കണ്ടതോടെ കാവിമുണ്ടിൽ കെട്ടിവെച്ച സാധനങ്ങൾ ഉപേക്ഷിച്ച് മോഷ്ടാവ് മുങ്ങി. പേരാവൂർ പോലീസിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടയിൽ കള്ളം കയറിയെങ്കിലും കടയിൽ നിന്ന് സാധനങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ആശ്വാസത്തിലാണ് വൃദ്ധ ദമ്പതികളായ ഭാസ്കരനും ഭാര്യയും. ഷട്ടറിൻ്റെ ഒച്ച കേട്ട് നേരെ ഇവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ കെട്ടിവെച്ചിന് തുണിയില്ല. അപ്പോൾ നമ്മൾ പ്രവേനെ വിളിച്ചിട്ട് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് കെട്ടിവെച്ച വെളിച്ചെണ്ണ, കോൾഗേറ്റ്, പിന്നെ വെളിച്ചെണ്ണ പാക്കറ്റ്, പിന്നെ കൂന്തി, ചിപ്സ്, മിക്സർ, വിളക്കെണ്ണ, അരിയും സാധനങ്ങളുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം കെട്ടിവെച്ചേ ഇല്ല. ഹൈവിഷൻ ന്യൂസ് പേരാവൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാവൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പേരാവൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഗതാഗതം സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കേണ്ടതുണ്ട്. വാഹനങ്ങൾ കടന്നു പോകാനുള്ള വേദി വിട്ടുകൊടുക്കണം. മുഴുവൻ ആളുകളും ഈ അശാസ്ത്രീയമായ NMMSഉം ജിയോ ടാഗും ഒഴിവാക്കുക, മതിയായ ബജറ്റ് വിഹിതം മാറ്റിവെക്കാതെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക, മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ കഠിന പ്രവർത്തികൾ ഒഴിവാക്കുക, തൊഴിൽ ദിനങ്ങൾ 200ഉം ദിവസവേതനം 600ഉമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയൻ പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാവൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ ജഗതി ബിജുവിന്റെ അധ്യക്ഷതയിൽ CPM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് N. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഇടപെടുന്നത് സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി സാധിക്കുക? അങ്ങനെ തൊഴിലില്ലായ്മക്ക് പരിഹാരമുണ്ടാക്കാൻ മാറി മാറി അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകളൊന്നും, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറെക്കാലം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റ് വലിയ പരിശ്രമമൊന്നും നടത്താത്ത സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും തൊഴിലുറപ്പ് ഈ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ദാരിദ്ര്യവും പട്ടിണിയും അകറ്റുക എന്ന ആശയം വളരെ നേരത്തെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരാശയം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി സാധിച്ചത്. അതിനുള്ള അപൂർവ അവസരം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് വന്നുപെട്ടത് 2004 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇന്ത്യ രാജ്യത്ത് ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന BJPയെ നമ്മുടെ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ, മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ വിപത്ത്, BJP അധികാരത്തിൽ വന്നാൽ നമ്മുടെ ജനാധിപത്യവും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഫെഡറലിസത്തിന്റെയും തകർച്ചയാണ്, മതനിരപേക്ഷതാ നിലപാടിന്റെ തകർച്ചയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് BJP ഇതര രാഷ്ട്രീയ കക്ഷികളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം യോജിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഒരു കോമൺ മിനിമം പ്രോഗ്രാം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഈ കോമൺ മിനിമം പ്രോഗ്രാം, ഒരു പൊതു മിനിമം പരിപാടി മുന്നോട്ട് വെക്കാൻ ഇടയായ സാഹചര്യം നമുക്കെല്ലാം അറിയാം. കോൺഗ്രസ് ഗവൺമെന്റ് ആ പൊതു മിനിമം പരിപാടി, കോൺഗ്രസ് പാർട്ടി ആ പൊതു മിനിമം പരിപാടി അംഗീകരിക്കാൻ ഇടയായ സാഹചര്യം നമുക്കറിയാം. A. ഷാജു, KA രജീഷ്, KA സുധീഷ് കുമാർ, ഷീബ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ് പേരാവൂർ.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ NMMS-ഉം ജിയോ ടാഗും ഒഴിവാക്കുക, മതിയായ ബഡ്ജറ്റ് വിഹിതം മാറ്റിവെക്കാതെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക, മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ ഒഴിവാക്കുക, തൊഴിൽ ദിനങ്ങൾ 200-ആയും ദിവസവേതനം 600-ആയും വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NREG വർക്കേഴ്സ് യൂണിയൻ ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണ CPIM ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുന്നതിനു വേണ്ടി NREG വർക്കേഴ്സ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങോട്ടെടുത്തു നോക്കിയാൽ ഈ സംവിധാനം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്ത് 1ാം UPA സർക്കാരിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നാട്ടിലെ തൊഴിലില്ലാതെ അലയുന്ന ജനവിഭാഗങ്ങൾക്ക് താങ്ങായി ചരിത്രപരമായ ഒരു നിമിത്തത്തിന് അന്ന് സാക്ഷ്യം വഹിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്നായി തൊഴിലുറപ്പ് പദ്ധതി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് KN പത്മാവതി അധ്യക്ഷത വഹിച്ചു. CITU ഇരിട്ടി ഏരിയ സെക്രട്ടറി ES സത്യൻ, V സാവിത്രി, K മോഹനൻ, സരുൺ തോമസ്, PNJC, മുജീബ് കുഞ്ഞിക്കണ്ടി, ഷൈമ ഷാജു, ഓമന ബാബു, മിനി ദിനേശൻ, P ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഔഷധ സസ്യങ്ങളുടെ സംരക്ഷകനെ തേടി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ അംഗീകാരം. തില്ലങ്കേരി സ്വദേശിയും ജൈവ കർഷകനുമായ ഷിംജിത്ത് തില്ലങ്കേരിയെയാണ് മികച്ച ജൈവ സംരക്ഷക കർഷകനുള്ള സംസ്ഥാന അവാർഡിന് അർഹനായത്. ഔഷധ സസ്യങ്ങളുടെ സംരക്ഷകനെ തേടി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ അംഗീകാരം. തില്ലങ്കേരി സ്വദേശിയും ജൈവ കർഷകനുമായ ഷിംജിത്ത് തില്ലങ്കേരിയാണ് മികച്ച ജൈവ സംരക്ഷക കർഷകനുള്ള സംസ്ഥാന അവാർഡിന് അർഹനായത്. 28 വർഷങ്ങളായി ജൈവ കൃഷി നടത്തുന്ന ഷിംജിത്ത് കഴിഞ്ഞ 7 വർഷത്തോളമായി അപൂർവവുമായ 1500ഓളം ഔഷധ സസ്യങ്ങളാണ് നട്ട് പരിപാലിച്ചു പോരുന്നത്. ജൈവ കൃഷിക്കൊപ്പം ഔഷധ സസ്യങ്ങളും പരിപാലിച്ചു പോകുന്ന ഷിംജിത്തിനെ തേടിയാണ് വീണ്ടും സംസ്ഥാന അംഗീകാരം എത്തിയത്. ജൈവ വൈവിധ്യ ബോർഡിന്റെ സംസ്ഥാനത്തെ മികച്ച ജൈവ സംരക്ഷക കർഷകനുള്ള അവാർഡാണ് ഷിംജിത്തിന് ലഭിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഷിംജിത്തിന്റെ കൃഷിയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിനുള്ള അംഗീകാരം കൂടിയാണ്. അപൂർവയിനം സസ്യങ്ങളെ തേടിപ്പിടിച്ച് സംരക്ഷിക്കുന്നതിനോടൊപ്പം അതിന്റെ വിത്തുകളും തൈകളും ആവശ്യക്കാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും ഷിംജിത്തിന്റെ ജൈവ വൈവിധ്യ ലോകത്തെ വ്യത്യസ്തമാക്കുന്നു. സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകൻ, യുവ കർഷക പുരസ്കാരം, സംസ്ഥാന വനം വകുപ്പിന്റെ വനമിത്ര പുരസ്കാരം തുടങ്ങി 50 പുരസ്കാരങ്ങൾ ഷിംജിത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. അവാർഡ് എന്ന് പറഞ്ഞാൽ ജൈവവൈവിധ്യ ബോർഡിൻ്റെ സംസ്ഥാന അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ജൈവവൈവിധ്യ സംരക്ഷണത്തിന് അതുപോലെ ഔഷധ സസ്യങ്ങളുടെ വിത്തുകളിലും സംരക്ഷിക്കുന്നതിന് കിട്ടിയ ഒരു അവാർഡാണ് ഇപ്പം കിട്ടിയത്. എത്ര വർഷമായി ഇത്? ഔഷധ കൃഷിയായിട്ട് 7 കൊല്ലമാണെങ്കിലും കൃഷിയായിട്ട് എന്ന് പറഞ്ഞാൽ 28ാമത്തെ കൊല്ലമാണ്. എത്രത്തോളം ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കും? 1500ഓളം ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അപൂർവ ഇനങ്ങൾ കായം, മൂട്, കുന്തിരിക്കം, യുദ്ധാസനം, കമണ്ടലു അങ്ങനെയുള്ള മരങ്ങളായിട്ട് പോകുന്നത്. അതുപോലെ ആരോഗ്യ പച്ച പോലുള്ള ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. 250ഓളം നാടൻ നെൽവിത്തുകൾ, വ്യത്യസ്ത മണവും ഗുണവുമുള്ള 45 ഇനം തുളസിത്തൈകൾ, 16 ഇനം കറ്റാർവാഴ തുടങ്ങി ജൈവ കർഷകനായ തില്ലങ്കേരിയിലെ N ഷിംജിത്തിന്റെ കൃഷിയിടം ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീമിനായി ഏർപ്പെടുത്തിയ 3 പുരസ്കാരങ്ങൾ നേടി ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. ഇത് 2ാം തവണയാണ് സംസ്ഥാന തലത്തിലുള്ള പുരസ്കാരം ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന് ലഭിക്കുന്നത്. സംസ്ഥാനത്താകമാനം പ്രവർത്തിക്കുന്ന NSS യൂണിറ്റുകൾക്കായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ 3 പുരസ്കാരങ്ങൾ നേടി മിന്നുന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. മികച്ച പ്രോഗ്രാം ഓഫീസർ, മികച്ച വോളണ്ടിയർ എന്നിങ്ങനെ 3 പുരസ്കാരങ്ങളാണ് ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് നേടിയത്. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ ഏറെ അഭിമാനമുള്ള ഒരു സഭയാണിത്. നമ്മളെ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 2ാമത്തെ സംസ്ഥാന അവാർഡാണ്
നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ യൂണിറ്റിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി. മികച്ച പ്രോഗ്രാം ഓഫീസറായി ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപകൻ EP അനീഷ് കുമാറും മികച്ച വോളണ്ടിയറായി ഈ സ്കൂളിലെ തന്നെ PS സായന്തും തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന NSSLന്റെ 3 അവാർഡുകൾ നമ്മുടെ യൂണിറ്റിന് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് വോളണ്ടിയർ, അതുപോലെ തന്നെ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസറായി അനീഷ് മാസ്റ്റർ, ബെസ്റ്റ് വോളണ്ടിയറായി സായന്ത് PS, അതുപോലെ തന്നെ ബെസ്റ്റ് യൂണിറ്റായി നമ്മുടെ വിദ്യാലയത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനേക്കാളേറെ ഇരട്ടി മധുരമുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ 3 അവാർഡുകൾ നമ്മളെ തേടിയെത്തിയുള്ളത്. രണ്ടാം തവണയാണ് സ്കൂളിന് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 3 സംസ്ഥാന അവാർഡുകളും ഈ വിദ്യാലയം നേടിയിരുന്നു. കഴിഞ്ഞ വർഷവും മികച്ച പ്രോഗ്രാം ഓഫീസർ, മികച്ച വോളണ്ടിയർ എന്ന നിലയ്ക്ക് ഇവർക്ക് തന്നെയായിരുന്നു അവാർഡ് ലഭിച്ചിരുന്നത്. 2020-2023 കാലഘട്ടത്തിൽ നടത്തിയ സാമൂഹ്യ ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനത്തിലൂന്നിയ വിവിധ സാമൂഹ്യ, പാരിസ്ഥിതിക, പാലിയേറ്റീവ്, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മികവാർന്ന പ്രവർത്തനങ്ങളും ജൈവ കാർഷിക രംഗത്തെ അതുല്യ നേട്ടങ്ങളുമാണ് ഈ വിദ്യാലയത്തെ 3 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടുന്നതിന് പ്രാപ്തമാക്കിയത്. 3 സംസ്ഥാന പുരസ്കാരങ്ങളും ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഭിക്കുക എന്ന അത്യപൂർവ നേട്ടമാണ് ഈ വിദ്യാലയം സ്വന്തമാക്കിയത്. ഈ പറയുന്ന 3 അവാർഡുകൾ, നേരത്തെ കിട്ടിയ അവാർഡുകൾ, അതിന് പുറമെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അവാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു 2022 വർഷത്തെ ഈ അവാർഡ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും ബഹുമാനമുണ്ടെന്നുള്ളതാണ് PT എന്ന നിലയിലേക്ക് പറയാം. NSS മികച്ച NSS ആയിട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകൻ ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കുരങ്ങ് ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കേളകം പഞ്ചായത്ത് വളയഞ്ചാലിലെ താമസക്കാർ. കൂട്ടമായെത്തുന്ന കുരങ്ങുകൾ പ്രദേശത്തെ തെങ്ങുകളെല്ലാം കാലിയാക്കി. കേളകം വളയഞ്ചാൽ പ്രദേശത്താണ് കുരങ്ങ് ശല്യം രൂക്ഷം. ഇവിടത്തെ തെങ്ങുകളുടെ മുകളിലേക്ക് നോക്കിയാൽ ഒറ്റ തേങ്ങ പോലും കാണില്ല. എല്ലാം കൊണ്ടുപോയത് കാടിറങ്ങി വന്ന വാനരപ്പട. ഏറെ പ്രതീക്ഷയോടെ തെങ്ങുവെച്ച കർഷകനാണ് വളയഞ്ചാലിലെ തൈവേലിക്കകത്ത് മാത്യു. പക്ഷേ ഇന്ന് പ്രതീക്ഷയല്ല, ആദ്യമാണ്. 3000 തേങ്ങ കിട്ടിയിരുന്നിടത്ത് 500 തേങ്ങ പോലും കിട്ടാത്ത അവസ്ഥയാണ്. തേങ്ങയ്ക്ക് പകരം തൊണ്ടും കരിക്കുമാണ് കിട്ടുന്നത്. കുരങ്ങന്മാർ അതേ ബാക്കി വെക്കുന്നുള്ളൂ. മാത്യുവിൻ്റെ അതേ അവസ്ഥയാണ് സമീപത്ത് താമസിക്കുന്ന മുണ്ടങ്കോട്ട് സരസിൻ്റെയും. കുരങ്ങ് ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ആകെയുള്ള വരുമാന മാർഗമാണ് കുരങ്ങന്മാർ നശിപ്പിക്കുന്നതെന്നും സരസിൻ്റെ ഭാര്യ പറയുന്നു. ഈ കുരങ്ങ് ശല്യം കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. എന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ തെങ്ങുകളാണ്. ഈ തെങ്ങിൽ ഒരു 100-150 കുരങ്ങെങ്കിലും ഒരു ദിവസം തെങ്ങ നമ്മൾ ഓടിച്ചാലൊന്നും പോകില്ല. നമ്മളെ ഒരു പട്ടിയെ വാങ്ങി, ആ പട്ടിയെ ആദ്യമൊക്കെ കാണുമ്പോൾ പേടി, ഇപ്പോൾ പട്ടിയെ പേടിയില്ലാണ്ടായി. നമുക്ക് എങ്ങനെ ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല. സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്ത് ആരെങ്കിലും ഇതിന് വേണ്ട ഒരു നടപടി ഞങ്ങൾക്ക് സ്വീകരിച്ചു തരണമെന്ന്. കുറേയായി ഇത് ഇവിടെ ഒരു റംബൂട്ടാൻ ഉണ്ടായിരുന്നു, നിറയെ പഴുത്ത് നിൽക്കുന്ന റംബൂട്ടാൻ. ഒരു കാ നമുക്ക് കിട്ടില്ല. അത് ചുമന്ന് വരുമ്പോഴത്തേക്കും കുരങ്ങന്മാർ വന്ന് കയറിയിട്ട് ഇപ്പോൾ അത് മുറിച്ച് കളഞ്ഞു. ശല്യം ഈ റംബൂട്ടാൻ കണ്ടിട്ടാ കുരങ്ങ് തെങ്ങ കയറുന്നതെന്ന് വിചാരിച്ചാൽ റംബൂട്ടാൻ മുറിച്ച് കളഞ്ഞു. ഒരു മാവുണ്ട്, ഒരു മാങ്ങ ഞങ്ങൾക്ക് കിട്ടൂല. മാങ്ങ ചെനച്ച് വരുമ്പോഴത്തേക്കും കുരങ്ങന്മാരെല്ലാവരും കൂടെ കൂടിയിട്ട് അത് പറിച്ചു കൊണ്ടുപോകും. തേങ്ങ അരച്ചു കൂട്ടാനില്ല, വെളിച്ചെണ്ണ കാശ് കൊടുത്ത് മേടിക്കുന്ന അവസ്ഥയാണ് ഇപ്പം. ജസ്റ്റ് ഈ വേനൽക്കാലത്ത് അത് വലിയൊരു ശല്യത്തിന് വരുന്നില്ല. വലിയ ശല്യമില്ല എന്നല്ല, എന്നാൽ ഇതുപോലെയുള്ള ശല്യമില്ല. ഇപ്പം നമുക്ക് അരച്ചു കൂട്ടാൻ തേങ്ങയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ. ഇത്രയും തെങ്ങുള്ള ആൾക്കാർ, അയൽവക്കംകാരായാലും ഒരു തേങ്ങ വന്ന് ചോദിക്കും, നമുക്ക് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായി വരിക. അരച്ചു കൂട്ടാനുള്ള അവസ്ഥയില്ല. അപ്പം ഇനി കാശ് കൊടുത്ത് മേടിച്ചാൽ വരുമ്പോൾ ഇപ്പം ഈ ചൊട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞു കായുണ്ടല്ലോ, അതുവരെ ഇവർ പറിച്ച് കുഞ്ഞുങ്ങൾ വന്നിട്ട് പറിച്ച് തിന്നുക. അത് കരിക്കാവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മലയണ്ണാനും ഉണ്ട്. മലയണ്ണാൻ തേങ്ങ ആയതാണ് പറിച്ച് തിന്നുന്നത്, തുറന്ന് തിന്നുക. അതുകൊണ്ട് ജീവിക്കാൻ ഒരു നിർവാഹമില്ല. നമുക്ക് ആകെയുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ തെങ്ങലൊരു കാവൂലും കിട്ടാത്തൊരവസ്ഥ നമ്മൾ എങ്ങനെ ജീവിക്കും? നമുക്ക് ലോണും ബാങ്കിൽ കടവും ലോണും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അടച്ചു തീർത്ത് ബാങ്കുകാർ നമ്മുടെ തലയിൽ ആണെന്താനും ഇത് അടയ്ക്കാൻ പറഞ്ഞത്. നമ്മൾ ജീവിക്കാൻ വെറുതെ കഷ്ടപ്പെട്ട് ഞങ്ങൾ മടുത്തിട്ടാണ്. കൂടാതെ കഴിഞ്ഞ ദിവസമാണ് മംഗലത്തിൽ ജെയിംസിന്റെ ഭാര്യയുടെ നേർക്ക് കുരങ്ങുകളുടെ ആക്രമണം ഉണ്ടായത്. പൂതക്കുഴി അസീസ്, തടിയൻമുറിയിൽ ഭാസ്കരൻ, മടുത്താനത്ത് ചാക്കോ, കണിയഞ്ഞാലിൽ ഷിജോ എന്നിവരെല്ലാം കുരങ്ങ് ശല്യത്താൽ വലയുകയാണ്. പകലന്തിയോളം കർഷകർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക വിളകൾ
കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങുകൾ നിരന്തരം നശിപ്പിക്കുന്നത് നോക്കി നിൽക്കാനേ കർഷകർക്ക് സാധിക്കുന്നുള്ളൂ. ആറളം വനാതിർത്തി കടന്നെത്തുന്ന കുരങ്ങുകൾ റോഡരികിലെ മുളകൾ വഴിയാണ് ജനവാസ കേന്ദ്രത്തിൽ കടക്കുന്നത്. കേര കർഷകർക്കാണ് ഏറ്റവും നഷ്ടം വരുത്തുന്നത്. തേങ്ങകൾ മൂപ്പത്തതിനു മുൻപ് തെങ്ങ് ശൂന്യമാകുന്ന കാഴ്ചയാണ് ഈ പ്രദേശത്ത് കാണുന്നത്. ഇതിനിടെ 2 ദിവസം മുൻപ് ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ 4 കുരങ്ങുകൾ ചത്തതുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ആറളം വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് തിരച്ചിൽ നടത്തി. തിരച്ചിലിനായി പോകുന്ന വാർഡൻ അടക്കമുള്ള വനം വകുപ്പ് ജീവനക്കാരെ വളയഞ്ചാൽ പ്രദേശവാസികൾ തടയുകയും കുരങ്ങ് ശല്യത്തിന്റെ രൂക്ഷത മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. വീടുകൾക്കുള്ളിൽ വരെ കുരങ്ങുകൾ കയറി നാശനഷ്ടങ്ങൾ വരുത്തുന്നതും വീട്ടുകാരെ ഉപദ്രവിക്കുന്നതും പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതാണ് മലയോര കർഷകന്റെ അവസ്ഥ. ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. കാരണം വെച്ചാൽ മനുഷ്യന് ഫോറസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കേസെടുക്കും. അതുപോലെ തന്നെ മൃഗങ്ങൾ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു കേസുമില്ല, ഒരു നടപടിയില്ല. ഈ രീതിയിൽ കർഷകന് മുമ്പോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. ഇത് എൻ്റെ മാത്രം വിഷയമല്ല, ഈ ഭാഗത്ത് വളയഞ്ചാൽ പ്രദേശവാസികൾക്കെല്ലാം അനുഭവിക്കുന്ന ഒരു വിഷയങ്ങളാണിത്. എത്രയും പെട്ടെന്ന് അധികാരികളുടെ കണ്ണ് തുറന്ന് ഇതിനെതിരെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാട്ടിലെ മൃഗങ്ങളെ കാട്ടിൽ നിർത്താനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മുഴുവൻ വന്നിട്ട് കുരങ്ങുകളെന്ന് പറഞ്ഞാൽ 10, 40, 50 എണ്ണം വന്നിട്ട് മുഴുവൻ ഇതിൻ്റെ കരിക്കും വെള്ളക്കയും മുഴുവൻ സംഗതിയും പറിച്ച് താഴെ ഇടുകയാണെന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട വിഷയം. കുരങ്ങ് ശല്യവും മലയെണ്ണാനും രണ്ടുമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വിഷയം. പ്രശ്നപരിഹാരം ഉണ്ടാക്കാത്ത പക്ഷം വനം വകുപ്പ് ഓഫീസുകൾക്ക് മുന്നിൽ നിരാഹാര സമരം കിടക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ നേതൃത്വത്തിൽ കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൂൺ ഗ്രാമം പദ്ധതി ആലോചനാ യോഗവും പരിശീലന ക്ലാസും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. MLA ഡോക്ടർ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മുഖേന കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൂൺ ഗ്രാമം പദ്ധതിയുടെ ആലോചനാ യോഗവും പരിശീലന ക്ലാസുമായിരുന്നു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരന്റെ അധ്യക്ഷതയിൽ MLA ഡോക്ടർ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡെപ്യൂട്ടി ഡയറക്ടർ രേണു പദ്ധതി വിശദീകരണം നടത്തി. പേരാവൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P. രാജശ്രീ, ജില്ലാ പഞ്ചായത്ത് അംഗം V. ഗീത, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ, കേളകം കൃഷി ഓഫീസർ KG സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പീലിക്കോട് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PP രാജേഷ് കുമാർ വിഷയാവതരണം നടത്തി. അതിനുള്ള ഗുണഭോക്താക്കൾ നമ്മൾ ഇതിലുള്ള ഏത് ഐറ്റം എടുത്താലും അതിനുള്ള ഗുണഭോക്താക്കൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അവർക്ക് ക്ലാസ് കൊടുക്കുന്നു. എന്നിട്ട് അവർ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മീറ്റിംഗിൽ തന്നെ നമുക്ക് ഒരു ആക്ഷൻ പ്ലാൻ പോലെ ഉണ്ടാക്കാം. എന്നുവരെ നമുക്ക് അപേക്ഷ വാങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മീറ്റിംഗിൽ തന്നെ നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനത്തെ 100 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു യൂണിറ്റിന് 11,250 രൂപ. അതായത് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 28,125 രൂപയാണ്. അതിന്റെ 40% സബ്സിഡി ആയിട്ട് 12,250 രൂപ ഒരു യൂണിറ്റിന്. അങ്ങനത്തെ 100 യൂണിറ്റിന് 11,02,500 രൂപ നമ്മൾ കൊടുക്കും. അതിന് നമുക്ക് കൂടുതൽ കപ്പാസിറ്റിയുള്ള ബെഡുകൾ ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് 300 ബെഡ് വരെ ഇതിന് വേണ്ടി പറ്റും. 300 ബെഡിന് വേണ്ടിയിട്ട് നമുക്ക് 5 ലക്ഷം രൂപയാണ് ചെലവാകുന്നത്. അതിന് സബ്സിഡി ആയിട്ട് നമ്മൾ 40% 2 ലക്ഷം രൂപ കൊടുക്കും. അങ്ങനത്തെ 2 യൂണിറ്റാണ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പുകളെ എടുക്കാം, ബാങ്കിനെ എടുക്കാം. അതായത് വലിയ പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഇതിന് രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമുക്കുള്ളത് ഒരു സ്പോട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ്. അതായത് കൂണിന്റെ വിത്ത് ഉൽപാദനം ഒരു സ്ഥലത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താവ് എന്ന് പറഞ്ഞത് ഇതിൽ നല്ല പ്രാവീണ്യമുള്ള നമുക്ക് തന്നെ അപേക്ഷ വരുമ്പോൾ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരിട്ടി എക്സൈസ് റേഞ്ച് ഓഫീസ് പുന്നാട് വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരായ PL ഷിബു, PK സതീഷ് കുമാർ എന്നിവർ ചേർന്ന് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിട്ടി എക്സൈസ് റേഞ്ച് ഓഫീസർ പുന്നാട് പുതിയ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പയഞ്ചേരി മുക്കിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഇരിട്ടി മിനി സിവിൽ സ്റ്റേഷനിൽ എക്സൈസ് റേഞ്ച് ഓഫീസ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയാകാൻ ഇനിയും മാസങ്ങളെടുക്കും. മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തനം പൂർത്തിയാകുന്നതുവരെ ഓഫീസ് ഇവിടെ തുടരും. കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PL ഷിബു, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് കുമാർ എന്നിവർ ചേർന്ന ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
പ്രിയപ്പെട്ട ജീവനക്കാരെ, എല്ലാവർക്കും നല്ല നമസ്കാരം. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ വിവിധ എക്സൈസ് റേഞ്ച് ഓഫീസുകൾ നല്ല രീതിയിലുള്ള കെട്ടിടങ്ങളില്ലാതെ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്ന ഒരു ഓഫീസായിരുന്നു ഇരിട്ടി എക്സൈസ് റേഞ്ച് ഓഫീസ്. അതൊരു വാടക ബിൽഡിങ്ങിലാണ് ഓഫീസ് വന്നത്. അപ്പോൾ അത് മറ്റൊരു ബിൽഡിങ്ങിലേക്ക്, അതായത് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ജീവനക്കാർക്കും അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസർമാർക്കും നമ്മുടെ ഓഫീസ് സംവിധാനം സുഗമമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിലേക്ക് വേണ്ടിയുള്ള സൗകര്യപ്രദമായ ഒരു ഓഫീസിലേക്ക് മാറണമെന്ന് ഒരു നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിട്ടി റേഞ്ചിലെ ജീവനക്കാർ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും സൗകര്യങ്ങളോടുകൂടിയ ഒരു ഓഫീസ് ബിൽഡിംഗ് കണ്ടെത്തുകയും ചെയ്തു. അതിന് പ്രവർത്തിച്ച ഇരിട്ടി സർക്കിൾ ഇൻസ്പെക്ടറുടെ ചുമതലയുള്ള മട്ടന്നൂർ റേഞ്ച് ഇൻസ്പെക്ടർ ലോദർ പെരേര, ഇരിട്ടി ഇൻസ്പെക്ടർ അജീബ് ലബ്ബ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നുമ്മൽ, സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പ്രനിൽകുമാർ, MP സുരേഷ് ബാബു, നെൽസൺ ടി തോമസ്, ജിദ്രിശ്യ, കെട്ടിട ഉടമ അമ്മാളുമ്മ ഗണപതിയാടൻ തുടങ്ങിയവർ സംസാരിച്ചു. എക്സൈസ് ജീവനക്കാരും അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. നവകേരളം കർമ്മ പദ്ധതി, ഹരിത കേരള മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന പദ്ധതിയുടെ മുഴക്കുന്ന് പഞ്ചായത്ത് തല ഉദ്ഘാടനം ആയിച്ചോത്തിൽ നടന്നു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതി, ഹരിത കേരള മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന പദ്ധതിയുടെ മുഴക്കുന്ന് പഞ്ചായത്ത് തല ഉദ്ഘാടനം ആയിച്ചോത്ത് വെച്ച് നടന്നു. പദ്ധതി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന പരിപാടി നടക്കുകയാണ്. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ഇത്തരം പരിപാടിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് തൊഴിലുറപ്പിൻ്റെ സംസ്ഥാന കൗൺസിൽ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 14-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ തൊഴിലുറപ്പിൻ്റെ സംസ്ഥാന കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ഞാനും അവരുടെ അംഗമാണ്, അത് ഞാനും പങ്കെടുത്തിരുന്നു. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി അധ്യക്ഷനായിട്ടുള്ളതാണ് സമിതി. പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. ഡോക്ടർ TN സീമ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജലാഞ്ജലി പദ്ധതിയൊക്കെ നമ്മുടെ ബ്ലോക്കിൽ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ജലസംരക്ഷണ പ്രവൃത്തി കൂടി പ്രോത്സാഹിപ്പിച്ച് നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് പൊതുവായിട്ട് തീരുമാനമുണ്ട്. അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറേ കൂടി കാര്യങ്ങൾ ഈ രംഗത്ത് മുന്നോട്ട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ CB ജോസഫ്, KV രഷീദ്, K. മോഹനൻ, ധന്യ രാഗേഷ്, ഷഫീന മുഹമ്മദ്, തൊഴിലുറപ്പ് AE ശ്രുതി, പഞ്ചായത്ത് സെക്രട്ടറി PJ ബിജു, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ നിഷാദ് മണത്തണ, V. രാജു, C. പ്രദീപൻ, ഒമ്പാൻ മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാട് ദുരന്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സഹായം നൽകി കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി. 2,41,000 രൂപയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സമാഹരിച്ചത്. 2,41,000 രൂപയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സമാഹരിച്ചത്. തുക സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുന്നതിനായി ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു ഏറ്റുവാങ്ങി. വയനാട് ദുരിതാശ്വാസ നിധി ഞങ്ങളുടെ മെമ്പർമാരുടെ അടുക്കൽ നിന്നും കളക്ട് ചെയ്ത 2,41,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി സംസ്ഥാന നിധിയോടൊപ്പം ചേർക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ കൈമാറുന്നത്. സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ലകളിൽ നിന്നും സമാഹരിക്കുന്ന തുകകൾ ഒന്നിച്ച് സംസ്ഥാനത്തിന് കൈമാറുന്നതായിരിക്കും, മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കൈമാറുന്നതായിരിക്കും. അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കളക്ട് ചെയ്ത 2,41,000 രൂപ ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൈമാറുകയാണ്. ഈ ജില്ലയിലുള്ള സ്റ്റേറ്റിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന എമൗണ്ട് സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. അവിടെ ഭവനം നഷ്ടപ്പെട്ട ആളുകൾക്ക്, നമ്മുടെ അസോസിയേഷനിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഭവനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരെയും സഹായിക്കുക, മറ്റുള്ളവരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആളുകളുടെ അടുത്ത് നിന്നും നമ്മൾ സംഭാവന കളക്ട് ചെയ്തു.
ഈ എമൗണ്ട് കൊണ്ട് നമുക്ക് അവിടെയുള്ള ഭവനം നഷ്ടപ്പെട്ടവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും സഹായിക്കാൻ സാധിക്കുമെന്ന് അവർക്കൊരു കൈത്താങ്ങാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംരംഭത്തിൽ ആളുകളെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു കളക്ഷൻ നടത്തിയത്. ട്രഷറർ ഫ്രാൻസിസ് തൈപ്പാടത്ത്, താലൂക്ക് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ തോമസ്, എക്സിക്യൂട്ടീവ് അംഗം സംഗീത ബിനു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ആറളം പഞ്ചായത്തിലെ ആദ്യ കെ സ്റ്റോർ ആറളത്ത് പ്രവർത്തനം ആരംഭിച്ചു. ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഇരിട്ടി താലൂക്കിൽ അനുവദിച്ച 5 കെ സ്റ്റോറുകളിൽ ആറളം പഞ്ചായത്തിന് അനുവദിച്ച ആദ്യ കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം ആറളത്ത് നടന്നു. ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 10,000 രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ, ഓൺലൈൻ സേവനങ്ങൾ, സപ്ലൈകോ, ശബരി ഉൽപ്പന്നങ്ങൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, 5 കിലോയുടെ ചോട്ടു ഗ്യാസ് കുറ്റികൾ എന്നിവ സാധാരണ റേഷൻ സാധനങ്ങൾക്ക് പുറമെ കെ സ്റ്റോറിൽ നിന്നും ലഭ്യമാവും. വിശേഷ നാളുകളിൽ കമ്പോളത്തിലുണ്ടാകുന്ന വിലവർധനവിൽ നിന്നും സാധാരണക്കാരായ ആളുകൾക്ക് ന്യായവിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും വിധമാണ് കെ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ നാസർ, ഷൈൻ ബാബു, ഷീബ, താലൂക്ക് സപ്ലൈ ഓഫീസർ ഫിറോസ് ചൂരിയോട്ട്, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ സന്തോഷ്, അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കോളയാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വെജിറ്റബിൾ കിയോസ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. കോളയാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വെജിറ്റബിൾ കിയോസ് ഉദ്ഘാടനം കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M റിജിയുടെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. CDSന്റെ മുൻകൈയിലാണ് ഒരു കിയോസ്ക് ഇവിടെ ആരംഭിക്കുന്നത്. കുടുംബശ്രീ പ്രസ്ഥാനം ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ സംസ്ഥാനത്തുടനീളം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളയാട് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് കോളയാട് ടൗണിൻ്റെ മധ്യത്തിൽ തന്നെ ആളുകൾക്കെല്ലാം എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്ന നിലക്കാണ് ഈ കിയോസ്ക് തയ്യാറാക്കിയിട്ടുള്ളത്. 2 ലക്ഷം രൂപ കുടുംബശ്രീ ഈ കിയോസ്കിന് വേണ്ടി സഹായമായി കൊടുക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന് ഒരു ജീവിത വരുമാനം, ഏറ്റവും പാവപ്പെട്ട അർഹതയുള്ള ഒരു കുടുംബത്തിന് ഒരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്താൻ സാധിക്കുന്ന നിലയിലാണ് ഇതിൻ്റെ ഗുണഭോക്താവിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യോഗങ്ങളിലും പഞ്ചായത്തിലെ ജീവനക്കാർക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ചായയും ലഘുഭക്ഷണവും എല്ലാം ഈ കിയോസ്ക് വഴി നമുക്ക് വാങ്ങാൻ സാധിക്കും. അതുപോലെ ഇവിടെ കോളയാട് ടൗണിൽ വരുന്ന ആളുകൾക്കും ചായ കുടിക്കാനും മറ്റുമെല്ലാം സാധിക്കുന്ന നിലക്കാണ് ഇത് ഇവിടെ ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെയാണ്. എന്ന് മാത്രമല്ല, കുടുംബശ്രീ പ്രസ്ഥാനം ഇന്നൊരു വലിയ സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അത്രയധികം ഉൽപ്പന്നങ്ങൾ ഇന്ന് കുടുംബശ്രീക്കുണ്ട്. അത്രയധികം ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു ഗോഡൗണെല്ലാം ഉണ്ട്. അവിടുന്ന് ഡെലിവറി വാനുകൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തന്നെ അലോട്ട് ചെയ്തിട്ടുള്ള ഡെലിവറി വാനുകളുണ്ട്. വിവിധ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സുധീഷ് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T. ജയരാജൻ മാസ്റ്റർ, ഉമാദേവി, ശ്രീജ പ്രദീപൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV ജോസഫ്, P. സജീവൻ, റോയ് പൗലോസ്, യശോദ വത്സരാജ്, CDS ചെയർപേഴ്സൺ ശകുന്തള, KT ജോസഫ്, സാജൻ ചെറിയാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കൊട്ടിയൂർ ശ്രീനാരായണ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് MLA ഡോക്ടർ സണ്ണി ജോസഫിന് കൈമാറി. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൈമാറി. കൊട്ടിയൂർ ശ്രീനാരായണ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച 10,000 രൂപയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAക്ക് കൈമാറിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാനേജർ P. തങ്കപ്പൻ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ PK ദിനേശ്, മദർ PTA പ്രസിഡന്റ് ലിജി മാളിയക്കൻ, മറ്റ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ലഹരിക്കെതിരെ ഒരുക്കിയ സിനിമയുടെ പ്രൊമോഷൻ ഇവന്റ് ഉദ്ഘാടനം കേളകം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നു. സിനിമാ താരം കുടശനാട് കനക ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിക്കോടാണ് കണ്ടതയ്യ
എന്തിനു നോക്കണേ എന്തിനു നോക്കണേ ചന്ദേര നീ ഞങ്ങളെ അയ്യോ ചന്ദേര നീ ഞങ്ങളെ. പ്രിൻസിപ്പാൾ സിസ്റ്റർ അഭിഷിക്ത, സ്കൂൾ മാനേജർ സദാനന്ദ, സംവിധായകൻ അനൂപ് പുരുഷോത്ത്, കോബ്ര രാജേഷ്, ആറന്മുള വിജയകുമാർ, സ്റ്റാഫ് സെക്രട്ടറി റീന, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കോളയാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS തയ്യാറാക്കിയ ഇടം പുസ്തക പ്രകാശനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. കോളയാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS തയ്യാറാക്കിയ ഇടം കുടുംബശ്രീ അംഗങ്ങളുടെ രചന പുസ്തക പ്രകാശനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. ഉദ്യമമാണ് ചരിത്രം എഴുതുക എന്നുള്ളത്. അത് ഒട്ടേറെ കുടുംബങ്ങളുടെ ഒട്ടേറെ നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു രേഖ കൂടിയാണ് കുടുംബശ്രീ എഴുതുന്ന ചരിത്രം. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ പ്രാധാന്യമുണ്ട്. അതൊരു പാഠപുസ്തകമാണ്. അത് കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ ആരംഭിച്ചാണെങ്കിലും ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും അത് ലോകത്തെ പല രാജ്യങ്ങളിലേക്കും കുടുംബശ്രീയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് പഠിക്കുകയാണ്. ഇവിടെയുള്ള കുടുംബശ്രീ പ്രവർത്തകർ മറ്റു പല സംസ്ഥാനങ്ങളിലും പോയി അവിടെ കുടുംബശ്രീക്ക് സമാനമായിട്ടുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പരിശീലനങ്ങൾ കൊടുക്കുന്ന ആളുകളായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കുടുംബശ്രീ ഒരു പാഠപുസ്തകമാണ്. അത് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ മാത്രമല്ല, ജില്ലാ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഓരോ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലും അതിന് ഒരുപാട് അനുഭവങ്ങളും കഥകളും പറയാൻ വേണ്ടി സാധിക്കും. അത് നാടിൻ്റെ ചരിത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ചരിത്രം പുസ്തകത്തിൻ്റെ ഭാഗമായി അതിന് ഒട്ടേറെ ആളുകൾ അതിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുൻകൈയെടുത്തവരെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതൊരു ഒരു ആധികാരിക രേഖയായി നമ്മുടെ വായനശാലകളിലും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാം നമുക്കത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനെ പ്രവർത്തിച്ച് എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടുള്ള സംരംഭത്തിൽ എല്ലാവിധ വിദ്യാഭ്യാസവും നടന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. റിജി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സുധീഷ് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ T. ജയരാജൻ മാസ്റ്റർ, ഉമാദേവി, ശ്രീജ പ്രദീപൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV ജോസഫ്, റോയി പൗലോസ്, CDS ചെയർപേഴ്സൺ ശകുന്തള, KT ജോസഫ്, സാജൻ ചെറിയാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, രാവൂർ. ചടങ്ങ് ഇരട്ടി പെരുവമ്പറമ്പ് കപ്പച്ചേരിയിലെ പേരുകണ്ടി നാണു അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭാര്യ വസന്ത, റെജിന, വിജിന, ഷിജിന എന്നിവർ മക്കളാണ്. വെള്ളൂന്നിലെ വാടപ്പള്ളിയിൽ മാത്യു എന്ന അപ്പച്ചൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഭാര്യ ത്രേസ്യാമ്മ, മക്കൾ ഷീന, ഷീജ, ഷിജു, ഷിബി, ഷിനി, ഷിന്ദു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വെള്ളൂന്നി പ്രൊവിഡൻസ് പള്ളി സെമിത്തേരി. വിപണി റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 224, പേരാവൂർ 235, കൊട്ടിയൂർ 235. റബ്ബർ ലോട്ട് ഇരിട്ടി 214, പേരാവൂർ 225, കൊട്ടിയൂർ 225. ഒട്ടുപാൽ ഇരിട്ടി 125, പേരാവൂർ 130, കൊട്ടിയൂർ 123. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 615, കൊട്ടിയൂർ 620. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 325. നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6705, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിട്ടി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ 7 മുതൽ 11 വരെ കൊളക്കാട് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂളിൽ 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പലചരക്ക് കടയിൽ മോഷണ ശ്രമം. പേരാവൂർ തെരുവത്തെ കൊമ്പൻ ഭാസ്കറിന്റെ ഉടമസ്ഥയിലുള്ള ശ്രീനഥ സ്റ്റോറിലാണ് മോഷണ ശ്രമം നടന്നത്. പേരാവൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.